ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വൊക്കാബുലറി A1 ലെവൽ വൊക്കാബുലറി പാർട്ട് 4 ആണ്. ഇന്നത്തെ ഡസ് ഗെറ്റ് ഡ്രിങ്ക്, അതായത് ഡ്രിങ്കിനെ കുറിച്ചാണ് ആദ്യം തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദസ് പിയർ, ദി കോള, ദ കഫേ, കോഫി, ദി മിൽക്ക്, ദ സാഫ്റ്റ് അല്ലെങ്കിൽ ദ ഷേഫ്റ്റ് ജ്യൂസ്, ദ ടീ, the vase, water, the wine. അടുത്തത് ബൈം എസൻ, അതായത് ഡ്യൂറിങ് ദ മീല് കഴിക്കുമ്പോഴത്തേനും ഉള്ള വൊക്കാബുലറി ആണ്. ദസ് എസൻ, രണ്ട് രീതിയിൽ എസൻ ഉണ്ട്. നമ്മൾ എസൻ്റെ ഫസ്റ്റ് ലെറ്ററായ ഈ ക്യാപിറ്റൽ എഴുതുമ്പം അത് നൗൺ ഫുഡ് എന്നാകും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിന് വരെ അവിടെ സ്മോൾ ലെറ്ററിന് എസ് എന്ന് എഴുതുവാണെങ്കിൽ അത് വെർബാവും, അതായത് ഈറ്റ് എന്ന് വരും. ടു ഈറ്റ് എന്നുള്ള മീനിങ് ആവും. ഓക്കെ, അപ്പോൾ ദസ് എസൻ ഫുഡ്, ദസ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്, ദസ് മിഠാഗസൻ ലഞ്ച്, ദി സൂപ്പ്, ദി പിസ്സ തന്നെയാണ്. പ്ലൂറൽ കേസ് വരുമ്പം ആ കോമ കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ് കൂടെ ആഡ് ചെയ്ത് നമ്മൾ നൗണിലേക്ക് ആഡ് ചെയ്ത് പറയണം. അപ്പോൾ പ്ലൂറൽ കേസ് വരുമ്പം ദി പിസ്സ എന്നുള്ളത് ദി പിസ്സാസ്. ഓക്കെ, ദി പൊമീസ് ഫ്രൈഡ്സ്, അതായത് എന്താണ് ഫ്രഞ്ച് ഫ്രൈഡ്സ്. ഓക്കെ, അടുത്തതാണ് ദസ് ഗഷഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഗഷഫ്റ്റ് ദി ബേക്കറി എന്ന് പറഞ്ഞാൽ ബേക്കറി എന്ന് തന്നെയാണ്. അടുത്തത് ദ മാർക്കറ്റ് അല്ലെങ്കിൽ മേർക്റ്റ് എന്നും പറയും, മാർക്കറ്റ് എന്നാണ് വരുന്നത്. അടുത്തത് ദ സൂപ്പർ മാർക്കറ്റ്, അതായത് സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റോറിനകത്ത് ഉൾപ്പെടുന്നത്. ബേക്കറി, മാർക്കറ്റ്, സൂപ്പർ. അടുത്തത് ദസ് കിലോഗ്രാം, ദസ് gram, the letter, the packing, pack, the packing pack, thus glass അല്ലെങ്കിൽ ഗ്ലാസ് എന്നാണ് മീനിങ് വരുന്നത്. ദി ഫ്ലാഷ് ബോട്ടിൽ, പ്ലൂറൽ കേസ് വരുമ്പം ദി ഫ്ലാഷ് ബോട്ടിൽസ്. ദ ബേക്കർ എന്ന് പറഞ്ഞാൽ കപ്പ്. ദി ട്യൂട്ടെ ബാഗ്, ദി ട്യൂട്ടൻ എന്നാണ് ബാഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണ്, അതനുസരിച്ച് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. Cheers.